2011 റിലീസ് ചെയ്ത ഒരു 3D ആനിമേഷൻ മൂവിയാണ് ദ സ്മാർട്സ്. ഇത് ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് പോയി കാണുക. ലിങ്ക് ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു ദ മൂവി ടൈം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസ് സ്മർഫുകളെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഞങ്ങളിനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പാപ്പ സ്മർഫ് ഗ്രേസിനോട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴല്ലേ ടാക്സിയിൽ വെച്ച് അവരൊരു മാള് കാണുന്നത്. മാളിന് മുൻപിലായിതാ സ്റ്റാർ ഗേസറിന്റെ പരസ്യവും. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയണ്ടല്ലോ. സ്മർഫുകളെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കുതിക്കുകയാണ്. കാറിനടിയിലൊന്നും പെടാതെ അവരങ്ങോട്ടേക്ക് എത്തി. പിന്നാലെ തന്നെ നമ്മുടെ ഗ്രേസും ഉണ്ട്. പുള്ളിക്കാരി ഹീറോയെ വിളിച്ച് ഈ കാര്യം അറിയിക്കുന്നു. അതോടെ ഹീറോയും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ഓഡിലും ഗാർഗമലും കമ്പനിക്ക് മുൻപിൽ കാറിൽ വന്നിറങ്ങുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സ്മർഫുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഗാർഗമലിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഓഡിലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അവനെ മെയിൻറ്റ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ നമ്മുടെ മുത്തപ്പന് കുറച്ചൊക്കെ റെസ്പെക്ട് ഉണ്ട് ഗാർഗമലിന്. ഇതിനിടയിലാണ് ഹീറോ അങ്ങോട്ട് എത്തുന്നത്. ആദ്യമൊന്നും ഗാർഗമലിന് ഹീറോയെ പിടികിട്ടിയില്ലെങ്കിലും പിന്നല്ലേ മനസ്സിലാകുന്നത്. ഹീറോക്കൊപ്പം കുതിക്കുകയാണ് നമ്മുടെ പൂച്ചയും ഗാർഗമലും. മാളിൽ നമ്മുടെ സ്മർഫുകളെല്ലാം പല വഴിക്കായി പിരിയുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും സ്റ്റാർ ഗേസർ കണ്ടുപിടിക്കണം. നമ്മുടെ ഹീറോയിനും ഇപ്പോൾ മാളിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സ്മർഫ് ഇങ്ങനെ പറന്നു പോകുന്നത് അവൾ കാണുന്നു. മറ്റു സ്മർഫുകളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ പാപ്പ സ്മർഫ് ആണെങ്കിലോ ഒടുവിൽ സ്റ്റാർ ഗേസർ കണ്ടുപിടിച്ചു. ഇതിനിടയിൽ മറ്റൊരു സ്മർഫ് നേരെ പോയി വീഴുന്നത് കുറച്ചു കുട്ടികളുടെ മുൻപിലേക്കും അവർ സ്മർഫിനെ പോയി എടുക്കുന്നു. എന്നാൽ പുള്ളിക്കാരനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ആ ജോലിക്കാരൻ പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ ഇവരും കട്ടക്കലിപ്പിലാണ്. ഒടുവിൽ നമ്മുടെ സ്മർഫിനെ പോലെ തന്നെ മറ്റൊരു ടോയെ കാണിച്ചു കൊടുത്ത് ആ കുട്ടികളെ സമാധാനിപ്പിക്കുകയാണ് അയാൾ. പുറത്താണെങ്കിൽ ഹീറോ മാളിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നാലെ തന്നെ നമ്മുടെ ഗാർഗമലുമുണ്ട്. അപ്പോഴാണ് ഒരു സ്മർഫിനെ ഗാർഗമലിന്റെ കണ്ണിൽ പെടുന്നത്. പെട്ടെന്ന് തന്നെ മാജിക് ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ അടുത്ത് സ്മർഫ് എസൻസ് ഇല്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ക്ലീനർ ഗാർഗമലിന്റെ കണ്ണിൽ പെടുന്നത്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ പോയി അത് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. പിന്നീട് മാളിനുള്ളിലേക്ക് അതും യൂസ് ചെയ്ത് ഓരോ സ്മാർഫുകളെ പിടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നീട് പോകുന്നതിനിടക്കാണ് നമ്മുടെ ഗ്രേസിന്റെ കണ്ണിൽ ഗാർഗമൽ പെടുന്നത്. എന്നാൽ അവിടെ നിന്നെല്ലാം നമ്മുടെ ആൾ എസ്കേപ്പ് ആകുന്നുണ്ട്. പിന്നീട് നേരെ പോകുന്നത് സ്മർഫ് 8നെ പിടിക്കാനാണ്. എന്നാൽ കിട്ടിയതാണെങ്കിലോ നമ്മുടെ മച്ചാനാണെങ്കിലോ അതിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അയാൾക്ക് അറിയുകയുമില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് എത്തുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഒരു സ്വിച്ച് അമർത്തുന്നു. അതോടെ പൂച്ചയും പോയി, എല്ലാം പോയി. നമ്മുടെ ഗാർഗമൽ നേരെ പോയിരിക്കുന്നതോ ഒരു ലിഫ്റ്റിനുള്ളിലേക്കും. നേരത്തെ ക്ലീൻ ചെയ്ത വേസ്റ്റ് എല്ലാം അതിനുള്ളിലും വിതറിക്കൊണ്ട് പുള്ളിക്കാരൻ നേരെ മുകളിലേക്ക് പോയി. മുകളിലെത്തിയ ഗാർഗമലിനെ കാത്തിരുന്നതോ അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഗ്രേസും സ്മർഫേറ്റും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഗ്രേസ് ഇപ്പോഴാണ് പല സത്യങ്ങളും അറിയുന്നത്. അവരുടെ ലോകത്തിലെ ഒരേ ഒരു പെണ്ണായിരുന്നു സ്മർഫേറ്റ്. അവളെ ഉണ്ടാക്കിയെടുത്തത് മറ്റാരുമല്ല നമ്മുടെ ഗാർഗമൽ തന്നെയാണ്. സ്മർഫുകളെ പിടിക്കാൻ തന്നെ. എന്നാൽ പാപ്പ സ്മർഫ് അവളെ ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇവരിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മുടെ ഹീറോ പുള്ളിക്കാരന്റെ വർക്ക് ചെയ്യുന്നു. ഒടുവിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് സെൻഡ് ചെയ്തു കൊടുക്കുന്നു. ഇവിടെയാണെങ്കിലോ സ്മർഫുകളെല്ലാം ഗാർഗമലിനെ കുറിച്ച് സംസാരിക്കുന്നു. അവർക്ക് നല്ല പേടിയുണ്ട്. കാരണം ഗാർഗമൽ എപ്പോൾ വേണമെങ്കിലും അവരെ പിടിക്കാം. നമ്മുടെ ഹീറോ അവരെ ഒന്ന് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അതും കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മുടെ ക്ലംസി സ്മർഫ് സിസ്റ്റത്തിൽ പോയി വീണ് സെൻഡ് ആകുന്ന ഫയൽ അങ്ങ് മാറ്റി സെൻഡ് ചെയ്തു. പിന്നീട് സ്മർഫുകളെല്ലാം ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഓരോരുത്തരെയായി മിസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഹീറോക്കും സങ്കടമായി. ഇതേ സമയം സെല്ലിലിരിക്കുന്ന നമ്മുടെ ഗാർഗമലിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ അടുത്തേക്ക് ഒരു ചിത്രശലഭം പറന്നു വരുന്നത്. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മോചിപ്പിക്കണമെന്നും പറഞ്ഞ് അതിനെ പറഞ്ഞു വിടുകയാണ് നമ്മുടെ ഗാർഗമൽ. മറ്റൊരിടത്ത് നമ്മുടെ പാപ്പ സ്മർഫ് സ്റ്റാർ ഗേസറും ഉപയോഗിച്ച് ആകാശത്തെ നിരീക്ഷിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയും അങ്ങോട്ട് വരുന്നത്. പാപ്പ സ്മർഫിനെ എങ്ങനെയെങ്കിലും സ്മർഫുകളെ ഇവിടെ നിന്നും കൊണ്ടുപോകണം. എന്നാൽ എങ്ങനെ? കാരണം മറ്റൊന്നുമല്ല, ഇതിന് ഒരു സ്പെല്ലുണ്ടാക്കണം. അതിന് ധാരാളം ഇൻഗ്രീഡിയൻസും ആവശ്യമാണ്. മാത്രമല്ല ഒരു പുസ്തകവും വേണം. ഇതെല്ലാം ഹീറോയോട് സ്മർഫ് വിശദീകരിക്കുന്നു. എന്നാൽ പാപ്പ സ്മർഫ് ഒരിക്കലും സ്മർഫുകളെ കൈവിടില്ല. കാരണം അത് തന്റെ ഫാമിലിയാണ്. ഇതേ കാര്യം നമ്മുടെ ഹീറോയോടും പറയുമ്പോൾ ഹീറോ നല്ല ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. പിറ്റേ ദിവസം സെല്ലിന് വെളിയിൽ നിൽക്കുന്ന നമ്മുടെ ഗാർഗമലിനെ കാണിക്കുന്നു. പുള്ളിക്കാരൻ പല മണ്ടത്തരങ്ങളും പറഞ്ഞ് ജയിൽ പുള്ളികളുടെ കയ്യിൽ നിന്നും കണക്കിന് വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് അത് സംഭവിച്ചത്. തലേന്ന് രാത്രി വന്ന ചിത്രശലഭം ഇതാ അങ്ങോട്ട് വരുന്നു. കൂടെ ഒരു പാട തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ചിത്രശലഭമല്ല, ഒരു കൂട്ടം ഈച്ചകൾ. ഈച്ചകളെയാണെങ്കിലോ ഗാർഗമലിനെ കണ്ണെടുത്താൽ കണ്ടുടാ. അങ്ങനെ അവർ എല്ലാവരും കൂടെ ഗാർഗമലിനെ അവിടെ നിന്നും മോചിപ്പിച്ചു. വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്മർഫുകളെല്ലാം വീട് നന്നായി വൃത്തിയാക്കി അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ഇത് കണ്ട്
നമ്മുടെ ഗ്രേസും ഹീറോയും ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പാപ്പ സ്മാർഫ് ഒരു സന്തോഷ വാർത്തയുമായി വരുന്നത്. അതെ, അവർക്ക് ഇന്ന് വീട്ടിൽ പോകാം. സ്റ്റാർഗേസർ വഴി നിരീക്ഷിച്ചപ്പോഴാണ് ഇത് അറിഞ്ഞത്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. നാളേക്കിന് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി അവർക്ക് പോർട്ടൽ ഹോം തുറക്കാൻ ഒരു മന്ത്രവാദം നടത്തണം. എന്നാൽ സ്പെല്ലോ മറ്റോ വിൽക്കുന്ന സ്ഥലമൊന്നും ഇവിടെയില്ല. പക്ഷേ ഒരു പഴയ ബുസ്റ്റാൾ ഉണ്ട്. അത് നമ്മുടെ ഹീറോ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് സ്മർഫുകൾക്കെല്ലാം സന്തോഷമായി. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ക്ലംസി ഇന്നലെ ചെറിയൊരു പണി ഒപ്പിച്ചു വെച്ചിരുന്നില്ലേ? അതായത് മറ്റൊരു പരസ്യം സെൻഡ് ചെയ്തു കൊടുത്തു. നമ്മുടെ ബ്ലൂ മൂണിന്റെ ചിത്രം. അത് നമ്മുടെ ഹീറോ വരച്ചുണ്ടാക്കിയതുമാണ്. അതെ, ഹീറോയുടെ തൊപ്പി പോകുന്ന കേസാണിത്. ഇത് കണ്ട് അവരോട് എല്ലാവരോടും ഹീറോ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കമ്പനിയിലേക്ക് പുറപ്പെട്ടു. മറ്റൊരിടത്ത് കുറച്ചും കൂടെ എസൻസ് ആ മെഷീനിൽ നിന്നും നമ്മുടെ ഗാർഗമെലിനും കിട്ടി. നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ ആകെ പെട്ടുകിടക്കുകയാണ്. ഇതായിരുന്നു അവിടുത്തെ കാഴ്ച. പോകുന്നതിനിടക്ക് ഓഡിൽ ഹീറോയെ വിളിച്ച് ഒന്ന് വാൺ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ മുഴുവൻ പ്രഷറും ഓഡിന്റെ തലയിലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ മിക്കവാറും പുള്ളിക്കാരന്റെ ജോലി തന്നെ പോകും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് കോട്ടിനുള്ളിൽ നിന്നും ഒരു കത്ത് കിട്ടുന്നത്. അതിനുള്ളിൽ ഒരു പേപ്പറും പിന്നെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ കുഞ്ഞിന്റെ ഫോട്ടോ. മാത്രമല്ല ഇങ്ങനെ പല കാഴ്ചകളും അവിടെ കാണുന്നുമുണ്ട്. ഇത് കണ്ട് ഹീറോ വല്ലാതെ ഇമോഷണലായി പോയി. മറ്റൊരിടത്ത് ക്ലംസി അല്ലാത്ത എല്ലാ സ്മാർഫുകളും പുസ്തകങ്ങളും തിരഞ്ഞ് യാത്രയായി. കാറിനടിയിലൂടെ എല്ലാം പോയി ഒടുവിൽ ഒരു ട്രെയിനിലെത്തി. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവരങ്ങോട്ടെത്തി. പുറത്താണെങ്കിലോ നമ്മുടെ ഗാർഗമലും അസ്രേലും അവരെയും തപ്പിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോഴല്ലേ ഒരു പാട്ട് കേൾക്കുന്നത്. അത് നമ്മുടെ സ്മർഫുകൾ എപ്പോഴും പാടാറുണ്ട്. അത് പാടുന്നതാകട്ടെ ഒരപ്പൂപ്പനും. അങ്ങനെ സ്മർഫുകൾ എവിടെയാണെന്ന് നമ്മുടെ ഗാർഗമലിനും മനസ്സിലായി. പിന്നീട് ഒന്നും നോക്കിയില്ല. പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് കുതിക്കുകയാണ്. ഇവിടെയാണെങ്കിലോ പുസ്തകങ്ങൾ തിരയുന്ന തിരക്കിലാണ് നമ്മുടെ സ്മർഫുകളും. ഒടുവിൽ അവർക്ക് ആ ബുക്ക് കിട്ടി. അപ്പോഴാണ് നമ്മുടെ ഗാർഗമലും അങ്ങോട്ടെത്തിയത്. ഒരു മന്ത്രവാദിയായതിനാൽ ഒരു ഡോറ് തുറക്കുന്നതൊന്നും പുള്ളിക്കാരന് ഒരു വിഷയവുമില്ലല്ലോ. അകത്തേക്ക് കയറിയ നമ്മുടെ ആൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഡ്രാഗൺ സീഗാണ്. മോതിരത്തിൽ നിന്നും അതിലേക്ക് സ്മർഫ് എസൻസ് മാറ്റുന്നു. ഒട്ടും വൈകാതെ സ്മർഫുകളെയും കണ്ടെത്തി. നമ്മുടെ സ്മർഫുകളാണെങ്കിലോ ജീവനും കൊണ്ട് ഓടുകയാണ്. അവരെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഗാർഗമലിന് തന്നെ തിരിച്ചു കൊണ്ടു. പിന്നീട് എല്ലാവരെയും സേഫ് ആക്കുകയാണ് നമ്മുടെ പാപ്പ സ്മാർഫ്. അപ്പോഴേക്കും ഗാർഗമലും അങ്ങോട്ടേക്ക് എത്തി. പാപ്പ സ്മാർഫിനെ അയാൾ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ സ്മർഫുകളുടെയും കണ്ണ് നിറഞ്ഞു. പിന്നീട് അവർ അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ഇനി പോർട്ടൽ ഹോം തുറക്കേണ്ടത് അവരുടെ ദൗത്യമാണ്. അതെ, പാപ്പ സ്മാർഫിന്റെ സഹായമില്ലാതെ തന്നെ അവർക്കിനി തിരിച്ചു പോകണം. തൽക്കാലം അവർക്ക് ഗാർഗമലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിലേക്ക് പോകണം. എന്നാൽ എങ്ങനെ പോകും? അപ്പോഴാണ് അവർ കുറച്ച് പ്രാവുകളെ കാണുന്നത്. അവരുടെ മുകളിലേക്കും ചാടിക്കയറി സ്മർഫുകൾ നേരെ വീട്ടിലേക്ക് കുതിച്ചു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും വീട്ടിലേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് കയറിയ പാടെ ക്ലംസിയെ മാത്രമാണ് ഹീറോക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റു സ്മാർഫുകളൊക്കെ എവിടെയാണെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ അവരെല്ലാം ബുക്ക് സ്റ്റാളിലേക്ക് പോയെന്ന് നമ്മുടെ ഗ്രേസ് മറുപടി പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ ഹീറോക്ക് ടെൻഷനായി. കാരണം ഗാർഗമലിന്റെ കണ്ണിലെങ്ങാനും അവര് പെട്ടാലോ. അപ്പോഴാണ് നമ്മുടെ ഓഡിലിന്റെ കോളും വരുന്നത്. എടുത്ത പാടെ ഓഡിൽ തെറി പറയാൻ വേണ്ടി തുടങ്ങി. എന്നാൽ നമ്മുടെ ഹീറോ ആ പരസ്യം എന്തായാലും യാഥാർത്ഥ്യമാകുമെന്ന് ഓഡിലിനോട് വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോഴാണ് നമ്മുടെ സ്മാർഫുകൾ എത്തിയത്. പാപ്പ സ്മാർഫിനെ ഗാർഗമൽ കൊണ്ടുപോയ കാര്യം അവർ വെളിപ്പെടുത്തുന്നു. തന്നെ ഇനി രക്ഷിക്കാൻ വരരുതേ എന്ന് പാപ്പ സ്മാർഫിന് അവർ പ്രോമിസും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിൽക്കുകയാണ് നമ്മുടെ സ്മാർഫുകൾ. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം പറയുന്നത്. പുള്ളിക്കാരൻ എന്തായാലും പാപ്പ സ്മാർഫിനോട് പ്രോമിസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്മാർഫിനെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. ക്ലംസിക്കും ഇതേ അഭിപ്രായമാണ്. അതോടെ മറ്റുള്ള സ്മാർഫുകളെല്ലാം ഇവരുടെ ഒപ്പം കൂടി. അങ്ങനെ അവരെല്ലാവരും കൂടെ പാപ്പ സ്മാർഫിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. കൂടെ നമ്മുടെ ഡോഗുമുണ്ട്. ലബോറട്ടറിയിൽ നമ്മുടെ പാപ്പ സ്മാർഫിനെ കെട്ടിയിട്ട് എസൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഗാർഗമൽ. ഇവിടെയാണെങ്കിലോ ഒരു കെട്ട് ബലൂണുമായി മറ്റൊരു സ്മാർഫിനെ അവർ ലബോറട്ടറിയിലേക്ക് പറത്തിവിടുന്നുണ്ട്. അവരും അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. പാപ്പ സ്മാർഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ കണ്ണട വെച്ച ആ സ്മാർഫിനാണ്. ഗ്രാമത്തിൽ പോയി എല്ലാ സ്മാർഫുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനാദ്യം പോർട്ടൽ ഹോം തുറക്കേണ്ടതുണ്ട്. പുള്ളിക്കാരൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ആ സ്പെൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് സക്സസ് ആയി. ഇത് നമ്മുടെ ഓഡിലും കാണുന്നുണ്ട്. ലബോറട്ടറിയിൽ നമ്മുടെ ഗാർഗമൽ പാപ്പ സ്മാർഫിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അതെ, നമ്മുടെ സ്മാർഫുകൾ അങ്ങോട്ടേക്ക് എത്തി. പിന്നീട് ആ മിഷനും സ്റ്റാർട്ടാക്കി ഗാർഗമൽ പുറത്തേക്ക് പോയി. എന്നാൽ കണ്ട കാഴ്ച ഇതായിരുന്നു. സ്മർഫുകളെല്ലാം ഗാർഗമലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പുള്ളിക്കാരന് അവരുമായി പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ സ്മർഫൈറ്റിനെ പാപ്പ സ്മർഫിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ അവൾക്ക് സ്മർഫിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ മച്ചാനും അങ്ങോട്ടേക്ക് എത്തി. പിന്നെ പറയണ്ടല്ലോ, സ്മർഫൈറ്റിന്റെ പിന്നാലെയാണ് നമ്മുടെ പൂച്ച മച്ചാൻ. പുള്ളിക്കാരന് കണക്കിനിട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും സ്മർഫൈറ്റിനെ വെറുതെ വിടാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പുറത്ത്
പുറത്താണെങ്കിലോ ഒരു സ്മർഫിനെ നമ്മുടെ ഗ്യാങ് പറത്തി വിട്ടിരുന്നില്ലേ? പുള്ളിക്കാരന്റെ അടുത്ത് ഒരു ബോംബായിരുന്നു. അത് ഗാർഗമലിന് നേരെ പ്രയോഗിക്കുകയാണ് നമ്മുടെ സ്മർഫ്. ലബോറട്ടറിക്കുള്ളിലാണെങ്കിലോ സ്മർഫേറ്റിന്റെ പിന്നാലെയായി നമ്മുടെ മച്ചാനുമുണ്ട്. അതുകൊണ്ട് തന്നെ പാപ്പ സ്മാർഫിന്റെ അടുത്തേക്ക് പോകാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. അപ്പോഴേക്കും പാപ്പ സ്മാർഫിന്റെ കുറച്ച് സെൻസ് ആ മിഷൻ എടുത്തിരിക്കുന്നതായും നമുക്ക് കാണാം. പുറത്തും ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഗാർഗമൽ ഒരുപാട് പവർഫുൾ ആയി മാറിയിട്ടുണ്ട്. ഓരോ സ്മാർഫുകളെയായി അയാൾ പിടികൂടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്മർഫേറ്റ് അസ്രേലിനെ ട്രാപ്പിലാക്കി പാപ്പ സ്മാർഫിനെ രക്ഷപ്പെടുത്തുകയാണ്. പാപ്പ സ്മാർഫിനെ കണ്ടപാടെ നമ്മുടെ ഗാർഗമൽ പിടികൂടി മുകളിലേക്ക് എറിയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് എത്തുന്നത്. പാപ്പ സ്മാർഫിനെ ഹീറോ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ അതും തകർത്ത് അവരെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബലൂൺ സ്മാർഫ് ഗാർഗമലിന്റെ കയ്യിൽ നിന്നും അതങ്ങ് വാങ്ങുന്നത്. സ്റ്റിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഗാർഗമലിന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ സ്മാർഫിന്റെ കയ്യിൽ നിന്നും അത് താഴേക്ക് വീഴുകയാണ്. അപ്പോഴാണ് മുകളിൽ നിൽക്കുന്ന ക്ലംസി ഈ കാഴ്ച കാണുന്നത്. അവൻ അതിനു നേരെ ഓടിപ്പോകുന്നു. എല്ലാ സ്മാർഫുകളും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒടുവിൽ അവൻക്ക് ആ ഡ്രാഗൺ സ്റ്റിക്ക് കിട്ടി. അതും ഉപയോഗിച്ച് നമ്മുടെ ഗാർഗമലിനെ വിടുന്നു. പുള്ളിക്കാരൻ നേരെ പോയി വീഴുന്നത് ഒരു കൂട്ടം വേസ്റ്റിലേക്കും. അവിടെ നിന്നും എണീറ്റ് സ്മർഫുകളെ പിടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കവേ ഇവിടെയാണെങ്കിലോ ക്ലംസിയെ എല്ലാവരും അഭിനന്ദിക്കുന്നു. പാപ്പ സ്മാർഫ് നന്ദിയും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് എല്ലാവരും നമ്മുടെ ഹീറോയോടും ഗ്രേസിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയെ ഓടിലും വിളിച്ച് ജോലിയിൽ നിന്നും പുറത്താക്കില്ല എന്നും പറയുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള സിനിമകൾ ഞങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.